ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്നായിട്ട് ചെറിയ പിണക്കത്തില്ല ഞാൻ. ഇപ്പോഴത്തെ പീക്കൂസിൻ്റെ സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മപ്രാന്താണ്. ഉമ്മയുടെ അടുത്ത് എൻ്റെ അടുത്തുനിന്ന് വേറെ എവിടെയും പോകാൻ പറ്റുന്നില്ല. ഫുൾ ടൈം ഞാൻ എടുത്തോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ അടുത്തുണ്ടായാൽ മതി. ഒരു ഉമ്മക്കുട്ടി, കംപ്ലീറ്റ് ഒരു ഉമ്മക്കുട്ടി. പിന്നെ ഭയങ്കര ഒബ്സഷനോട് കൂടിയിട്ട് എന്നിങ്ങനെ നോക്കിയിരിക്കുക. എൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ ഉമ്മയുടെ കയ്യിലും ഇരിക്കട്ടെ. വേറെ ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും, കളിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അവളുടെ അടുത്ത് വന്ന് കൈ തൊടാനോ കാല് തൊടാൻ പോലും സമ്മതിക്കില്ല. അപ്പം അങ്ങോട്ട് വിധം മാറും. അങ്ങോട്ട് വിധം മാറുന്ന വെച്ചാൽ കാറി വിളിക്കട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുടി കെട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടാൻ പോലും അയ്യോ അപ്പോഴേക്കും സങ്കടമായി വിഷമായി. നോക്ക്, കണ്ണീര് ഇപ്പോഴും പോയിട്ടില്ല. അപ്പം ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 6 മാസം ആവുകയാണ്. ആക്ച്വലി April 16 അവൾക്ക് കറക്റ്റ് 6 മാസം ആവുന്നത്. അപ്പം നമ്മളെ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇവള് 40 വീക്സ് കഴിഞ്ഞിട്ടാണ് അവള് എന്താ പറയുക പുറത്ത് തന്നെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങുക 6 മന്ത്സിലാണ്. അപ്പോൾ അവൾക്ക് 6 മന്ത്സ് ആയി തന്നെ നമുക്ക് ശരിക്കും കൂട്ടാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുക നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ അവരെ ടങ്ക് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫുഡിനോടൊരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങാമെന്ന് പറയാം, സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുക. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം April 4th നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് 6 മന്ത്സ് ആയപ്പോൾ തന്നെയാണ് ഫുഡ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ ആദ്യമായിട്ട് പീക്കു ഫസ്റ്റ് കുറുക്ക് കഴിക്കാൻ പോവാണ്. അതിനൊരു സന്തോഷമായിട്ട് ചിരിക്കോ ചിരിക്കൂടാ. ഞങ്ങൾ കുറുക്ക് കഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനപ്പോൾ എങ്ങനെയാണ് പലവരും പല രീതിയായിരിക്കും. ഫസ്റ്റായിട്ട് സോളിഡ്സ് കൊടുത്തു തുടങ്ങാം, എന്താ പറയുക, കൊടുക്കുന്ന വിധം വേറെ ആയിരിക്കും, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല. എൻ്റെ ഒരു രീതിയും നമ്മുടെ വീട്ടുകാരൊക്കെ രീതി വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ആയിട്ട് കേൾക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം. അപ്പോൾ ഒരു ടൈം മാത്രമാണ് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ 3 days അല്ലെങ്കിൽ ആദ്യത്തെ 4 days സെയിം ഇന്ന് എന്ത് കുറുക്കാണോ കൊടുത്തത് ആ സെയിം തന്നെ ആയിരിക്കും 4 ദിവസവും കൊടുക്കുന്നുണ്ടായിരിക്കുക. അതും ഒരു നേരം മാത്രം വെറും 2 ടീസ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂൺ മാക്സിമം അത്രേ കൊടുക്കത്തുള്ളൂ. നമ്മൾ വയറിന് അവൾക്ക് പിടിക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ലേ എന്നൊക്കെ നോക്കി മാത്രമേ 4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ രീതിക്ക് സ്വിച്ച് ചെയ്യത്തുള്ളൂ. അല്ലേ പീക്കുശേ? അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറുക്ക് കൊടുക്കുന്ന പാത്രം അത് സ്റ്റെറിലൈസ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ആ പാത്രം നന്നായിട്ട് ഫസ്റ്റ് സാധാ വെള്ളത്തിൽ പാത്രം കഴുകും. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിലും കൂടിയും ആ പാത്രം സ്റ്റെറിലൈസ് ചെയ്യും. എന്നിട്ട് മാത്രമേ ഞാൻ ആ പാത്രത്തിൽ സംഭവം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കുറുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ വെള്ളം തിളപ്പിക്കും. ഓക്കെ, തിളപ്പിച്ച് ഒരു ചെറിയ ചൂടാറിയ വെള്ളത്തിൽ തിളപ്പിച്ച് ഫസ്റ്റ് വെക്കും. ആ വെള്ളത്തിലാണ് നമ്മൾ കുറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ നമ്മളുടെ ഒരു 5 മിനിറ്റ് കുറുക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ 2 വട്ടം വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഞാൻ എന്താ കുറുക്കണേന്ന് പറഞ്ഞില്ലല്ലോ, കണ്ണങ്കായ. നമ്മൾ ഇവിടെയൊക്കെ സ്റ്റാർട്ടിങ് ആദ്യ സോളിഡ് എന്ന് പറയുന്നത് കണ്ണങ്കായാണ് കൊടുക്കുക. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണോ കൊടുക്കുകയെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ കൊടുക്കുക കണ്ണങ്കായാണ്. കണ്ണങ്കായ എന്ന് പറയുക ഈ മൂപ്പെത്തിയ പഴം ഉണക്കി പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് കുറുക്കി കൊടുക്കുന്നത് കേട്ടോ, കണ്ണങ്കായ. നിങ്ങളവിടെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് കൊടുക്കാമെന്നൊക്കെ ഉള്ളത് പറഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോൾ വെള്ളം ഇതാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നമ്മളുടെ ഉണക്കിച്ച പൊടി അതിൽ മിക്സ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് കുറുക്കും. ഇത് തിളപ്പിച്ചാറിയ നമ്മുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫസ്റ്റ് തന്നെ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ കട്ടൊന്നും പിടിക്കാണ്ട് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കുറുക്കുന്നത് കേട്ടോ.
ഇത് ഭയങ്കര ഫൈൻ പൗഡറാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായയിൽ ഒന്നും തടയരുതല്ലോ. അപ്പോൾ ഇത് അരിപ്പയിൽ പോലെയല്ല അരിച്ചെടുക്കുക, തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുക. നമ്മുടെ ഉമ്മമാരൊക്കെ തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുക. അപ്പോൾ ഈ ആദ്യം നമ്മൾ എന്തിനാണ് ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഒരു കട്ട പോലും ഇല്ലാതെ നൈസ് പേസ്റ്റായിട്ട് എടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് ഇഡ്ലി മാവൊക്കെ ഇല്ലേ, ആ ഒരു കട്ടിയിലാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇലമുളക് ഉണ്ടാക്കണത് ഇങ്ങനെയാണ്. കനത് ഇളകി ഇളകി വരുമ്പോൾ കട്ടങ്ങനെ വരും, അപ്പോൾ നിർത്തണം. ആയിത്തോടെ കട്ടിയായി തുടങ്ങി. ഹായ് ഓക്കെ. ഈ വഴക്കാളിക്കുട്ടി കാണോ? പാപ്പൻ തിന്നാൻ പോവാണോ? പാപ്പൻ തിന്നാൻ പോവാണോ? ഹാപ്പി ആണോ? ഫസ്റ്റ് ഫുഡിന് റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് ചിരിച്ചേ. റെഡിയാണോ? ഞങ്ങൾ റെഡിയാണേ. അപ്പം ഞങ്ങളൊരു ഫീഡ് ചെയ്യാനുള്ളൊരു ചെയർ വാങ്ങി, ഫീഡിങ് ചെയർ വാങ്ങി. പിന്നെ അതിനുള്ള പാത്രം മേടിച്ച്, സ്പൂൺ വാങ്ങി, അല്ലേ? എല്ലാം ഞങ്ങൾ വാങ്ങി കേട്ടോ. ഫുള്ള് ഞങ്ങൾക്ക് ഫുഡ് മാത്രം കഴിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ക്ഷമൊക്കെ ഇപ്പോൾ പോവും. മാഷാഅല്ലാ. മമ്മ തരാട്ടോ. നല്ല മോളാട്ടോ എൻ്റെ. ഇഷ്ടപ്പെട്ടോ ഷോണ്ടെനിക്ക്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നല്ലയാണോ പൊന്ന? അയ്യോ ഓക്കെ, നല്ല ഇഷ്ടമായി എൻ്റെ മോൾക്ക്. കഴിച്ചോ കഴിച്ചോ. സന്തോഷായ പക്ഷെ ഇപ്പൊ ഇന്നത്രയുള്ളൂ. എന്റെ കയ്യൊക്കെ പിടിച്ചു വെച്ചാ. തരാം. ഇത്രയുള്ളൂ കേട്ടോ. സൂത്രക്കാരി അല്ലേ ഇത്? സൂത്രക്കാരിയല്ലേ ഇത്? ഇല്ലടോ എത്ര മതിടോ.
ഇഷ്ടപ്പെട്ടോ? ഇനി ഇല്ല കുഞ്ഞാ, കുറുക്കില്ല, കഴിഞ്ഞു. ഇനി നാളെ ഇല്ല ഉമ്മ ഇല്ല കൊടുക്കരുത് കഴിഞ്ഞു, ഇന്നത്തെ കഴിഞ്ഞ്. ഇത്രേ ഉള്ളൂ ചക്കരെ പൊന്നെ, ഇന്ന് മതിയിടാ. ഇല്ല, നല്ല ഷോട്ട്. മമ്മയുടെ മോള് ഗുഡ് ഗേളാ. ഗുഡ് ഗേൾ. ഇല്ല അത് മാറ്റിക്കും. ഇല്ല ഞാൻ അൽഹംദുലില്ലാ ഒക്കെ പറഞ്ഞു. ഇല്ല ഉമ്മ ഇല്ലാട്ടോ. ഹലോ, ടേസ്റ്റി ആയിരുന്നോ? കഴിഞ്ഞു പോയി. തീർന്ന്. പൊന്നു Okay. Good girl, Pikush. Good girl. Happy Pikush. Happy. Hello. അയ്യേ, ഇതെന്താത്? ഇതൊക്കെ നമുക്ക് ചൂടാണല്ലേ പീക്കൂസ്. ചൂടാവുമ്പോ ലൂസ് ഡ്രസ്സൊക്കെ ഇട്ട് സുഖമായിട്ട് ഫ്രീ ആയിട്ട് കിടക്കാല്ലേ വീട്ടില്. കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് കളിച്ചോ. കയ്യും കാലൊക്കെ ഇട്ട് മറിഞ്ഞ് ചെരിഞ്ഞും ഒക്കെ കളിച്ചോട്ടോ. ഓക്കെ, ഇഷ്ടമുള്ള പോലൊക്കെ കളിച്ചോ. ഉമ്മന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. പാവന്റെ കുട്ടി മാറിയിട്ടില്ല. നമ്മള് എപ്പോഴും ഫസ്റ്റ് നമ്മള് കൊടുക്കുമ്പോ നമ്മള് മാക്സിമം 3 ടീസ്പൂൺ നമ്മള് പറയാ. പിന്നെ നമ്മള് 2 ദിവസം കഴിഞ്ഞിട്ട് ആ ടീസ്പൂണിന്റെ അളവ് നമുക്ക് കൂട്ടാം. കുറച്ചും കൂടി കൂട്ടി അങ്ങനെ കൊടുക്കാം. കാരണം അവര് വയറ് സെറ്റായി വരണം. കുഞ്ഞു വയറല്ലേ, നമ്മള് പാലും കൊടുക്കണ്ടല്ലോ, അപ്പൊ നമ്മള് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മള് പതുക്കെ കുഞ്ഞി അളവിൽ തുടങ്ങാം, കുറച്ച് കൂട്ടി തുടങ്ങാം. വീണ്ടും ഞാൻ ഭയങ്കര കുറവായി കുട്ടിക്ക്. എന്ത് കുറവ്? അത് ഒരു കുറവുമില്ല, കൊടുക്കാൻ പാടും. പിന്നെ നമ്മള് ഒരു 4 days ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് ക്യാരറ്റ് പ്യൂരി. ഇനി ഞാൻ അടുത്ത് കൊടുക്കുക ക്യാരറ്റ് പ്യൂരി ആയിരിക്കും. അല്ല, പിന്നെ നമ്മൾ അളവ് കൂട്ടും, കുറച്ചായിട്ട് അളവ് കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ മോള് ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാരും ഹാപ്പി അല്ല. പീക്കൂഷല്ല ഹാപ്പി ആയത്, പീക്കൂഷിന്റെ വല്യമ്മ ഹാപ്പി അല്ല. പീക്കൂഷിന്റെ വല്യമ്മ ആണെങ്കിൽ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ളൂ. ഡിസ്ചാർജ് ആയിട്ട് ഉമ്മാക്ക് തീരെ വയ്യായിരുന്നു. എന്റെ മോള് ഹാപ്പിയായി. പാവട്ടെ, എനിക്കും അത് എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് ബേബീസിന് എന്താണ് ഫസ്റ്റ് കൊടുക്കാറ്? ഏത് മാസത്തിലാണ് കൊടുക്കാറ്? എപ്പോഴും 6th monthലാണ് നമ്മൾ എന്തും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോളിഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ 6th monthലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ 3-ാം മാസത്തിൽ 2-ാം മാസത്തിൽ എന്തിനു ജനിച്ച് ഉടനെ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത് കേട്ടോ നമ്മള്, അല്ലേ? എൻ്റെ കുട്ടി ഒരു കമ്മലേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഒരൊറ്റ കമ്മലിട്ടിട്ടാണ് നടക്കുന്നത്, ഒറ്റ കമ്മൽ. അവൾക്ക് ആദ്യം വലിയൊരു കമ്മൽ കുത്തിയത് ഓർമ്മല്ലേ? ആ കമ്മൽ കുത്തിയിട്ട് അംജുക്ക വരുന്ന ദിവസം എയർപോർട്ടിൽ നിന്നാണ് തോന്നുന്നുണ്ട് ഇവളുടെ ഒരു കമ്മൽ കാണാണ്ടായി പോയേ. അങ്ങനെ അതിൻ്റെ ഞങ്ങളപ്പോൾ 2 ആ കമ്മൽ ഊരി വെച്ചിട്ട് ഓട്ടടഞ്ഞ്. അങ്ങനെ ഞാൻ 2ാമത് കുത്തി. 3 ദിവസം മുമ്പ് 2ാമത് കുത്തി. ഇവൾക്ക് മേടിച്ച ഒരു പുതിയ സ്റ്റെഡാണ്, അത് വെച്ച് കുത്തി. നെക്സ്റ്റ് ഡേ കാണുന്ന സെയിം കാതിലത്തെ കമ്മൽ കാണില്ല, അതും പോയി. അവൾ ഇങ്ങനെ ആക്കുന്ന ശീലമുണ്ട്, അതിൽ അവളുടെ കമ്മൽ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും കുത്തുന്നില്ല, അവൾ കുറച്ചൊക്കെ വലുതാവട്ടെ, അതുവരെ ഒറ്റ കമ്മലിട്ടിട്ട് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. ഒറ്റ കമ്മൽ പീക്കൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പീക്കൂസിൻ്റെ ഫസ്റ്റ് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഇതുപോലെ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഓരോ ഫുഡിൻ്റെ വീഡിയോസ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ ഇവളുടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ എന്നോട് പറയട്ടോ. ഞാൻ വീഡിയോസ് ഇടാം. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും ന്യൂ മോംസിന്, പ്രത്യേകിച്ച് ഒറ്റക്കൊക്കെ താമസിക്കുന്ന അമ്മമാരുണ്ടായിരിക്കും, ഒരുപാട് പേരുണ്ടായിരിക്കും, ഗ്രാൻഡ് പാരൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പാരൻസ് ഇല്ലാണ്ട് ഒറ്റക്ക് നോക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.